ശ്രീനഗർ സെൻട്രൽ ജയിൽ, ജമ്മുവിലെ കോട്ട് ബൽവാൽ ജയിൽ എന്നിവിടങ്ങളിലാണ് ഭീകരർ ലക്ഷ്യം വെച്ച ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത്. ഒട്ടനവധി കൊടും ഭീകരരെയും ഭീകരർക്ക് സഹായം ചെയ്യുന്നവരെയും ഒക്കെ തന്നെ പാർപ്പിച്ചിരിക്കുന്ന ജയിലുകളാണ് ഇവ രണ്ടും. കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളുടെ സഹായികളായ നിസാർ, മുഷ്താഖ് എന്നിവരെ NIA സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ജയിലുകളിലെ ആക്രമണ സാധ്യതയുടെ വിവരം കൃത്യമായി കിട്ടിയതെന്നാണ് സൂചനയുള്ളത്. രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് CISFന്റെ ഡയറക്ടർ ജനറൽ ശ്രീനഗറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ എന്തൊക്കെയെന്നുള്ളത് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ജമ്മുകാശ്മീരിലെ ജയിലുകളുടെ സുരക്ഷാ ചുമതല CRPFൽ നിന്നും 2023 CISF ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും തെക്കൻ കശ്മീരിൽ ഒളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് NIA പറയുന്നത്. അവർക്ക് ഇതുവരെയും കശ്മീർ താഴ്വര വിട്ടു പോകാനായി സാധിച്ചിട്ടില്ല. അതിനുള്ള അവസരം പോലും അവർക്ക് ലഭ്യമായിട്ടില്ല. പ്രദേശത്ത് കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകാമെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെയാണ്, ജാഗ്രതയോടുകൂടി തന്നെയാണ് നീക്കം നടത്തുന്നത്. കശ്മീരിൽ ഭീകരവാദികൾക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകിയ ഒരു യുവാവിനെ പിടികൂടാനായി സുരക്ഷാ സേന ഒരു ശ്രമം നടത്തിയപ്പോൾ സുരക്ഷാ സേനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിൽ മുങ്ങി മരിച്ചൊരു വാർത്തയും നമ്മൾ ഇന്ന് രാവിലെ തന്നെ കണ്ടിരുന്നു. ലഷ്കർ-ഇ-തൈബ സംഘാംഗമാണ് ഇയാളെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇംതിയാസ് അഹമ്മദ് ബാഗ്രൈ എന്ന 23-കാരനാണ് മരണപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ ശനിയാഴ്ചയാണ് ഇംതിയാസിനെ ജമ്മു കാശ്മീർ പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത്. കുൽഗാമിലെ ടാങ്മാലിലെ വനമേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരർക്ക് ഭക്ഷണവും മറ്റു വസ്തുക്കളുമൊക്കെ ഇംതിയാസ് എത്തിച്ചു നൽകിയെന്ന് ചോദ്യം ചെയ്യലിലൂടെ സമ്മതിച്ചിരുന്നു. ഭീകരവാദികളുടെ ഒളിച്ചിരിക്കുന്ന സ്ഥലം തനിക്ക് അറിയാമെന്നും ഇയാൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു ഞായറാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവിടേക്കുള്ള വഴി കാണിക്കാനായി ഇയാൾ കൊണ്ടുപോയതും. അതിനിടയിൽ ചലൻ നദിയുടെ പോഷക നദിയായിട്ടുള്ള വേശ്വയിൽ എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടുപോയി ഇയാൾ മരണപ്പെട്ടത്. ഭീകരവാദികളെ വളഞ്ഞു പിടികൂടാനുള്ള നടപടി തന്നെയായിരുന്നു അന്വേഷണ സംഘം നടത്തിയത്. എന്നാൽ ഇംതിയാസ് നദീതീരത്തേക്ക് പോയി വെള്ളത്തിൽ എടുത്തു ചാടി രക്ഷപ്പെടാമെന്നുള്ള ഒരു നീക്കത്തിലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. സുരക്ഷാ സേനയുടെ ഡ്രോണിലാണ് ഇംതിയാസ് നദിയിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കുൽഗാമിലെ അഹർബാൽ മേഖലയിലെ അദ്ബാൽ നീർച്ചാലിൽ നിന്നും ഇംതിയാസിന്റെ മൃതദേഹം പിന്നീട് വീണ്ടെടുക്കാനും സാധിച്ചു. ഇംതിയാസ് നദിയിലേക്ക് ചാടുന്നതിൻ്റെയും അല്പദൂരം നീന്താൻ ശ്രമിക്കുന്ന വീഡിയോയുമൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ ഇംതിയാസ് പോലീസ് കസ്റ്റഡിയിലാണെന്നിരിക്കെ മരിച്ചു എന്നുള്ള ആരോപണം കുടുംബം ഉയർത്തുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസുകളിലെ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും വ്യോമസേന വർദ്ധിപ്പിച്ചത് ശ്രദ്ധേയമായൊരു വിഷയമാണ്. കാരണം ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിലൂടെ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്ന 2-3 പോർമുനകൾ എപ്പോഴും ഉണ്ടാകും. എയർബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അവ സജ്ജമാക്കി തന്നെ നിർത്തിയിരിക്കുകയാണ്. അതിലൂടെ തന്നെ വ്യക്തമായ സൂചന പാകിസ്ഥാൻ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു.